ഹലോ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രണയത്തിനെ കുറിച്ചിട്ട് നിങ്ങൾക്കറിയാത്ത ഒരു 4 രഹസ്യങ്ങൾ കൂടിയുണ്ട്. അതെന്താണെന്നാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി ഇതിൻ്റെ 1-2 വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ആ ഒരു വീഡിയോസിൽ പറഞ്ഞ കാര്യങ്ങളെ അല്ല ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരാൺകുട്ടിക്ക് ഒരു പെൺകുട്ടിയോട് പ്രണയം തോന്നി തുടങ്ങിയാൽ പിന്നെ അവളായിരിക്കും അവൻ്റെ ലോകം. അതായത് ഒരു പുരുഷൻ ആത്മാർത്ഥമായിട്ട് ഒരു സ്ത്രീയെ പ്രണയിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വേറെ ഒരു ആളും അവൻ്റെ കണ്ണിൽ സുന്ദരികളായിരിക്കില്ല. ആ ഒരു പെണ്ണായിരിക്കും അവൻ്റെ ഒരു ലോകവും അവൻ്റെ സുന്ദരിയും. ബാക്കി കാണുന്ന ആരും അത്രയും സൗന്ദര്യം ഉള്ളതായിട്ട് അവന് തോന്നത്തില്ല. അതായത് അവൻ പ്രണയിക്കുന്ന ആ ഒരു പെൺകുട്ടിക്കായിരിക്കും ഈ ലോകത്ത് വെച്ച് ഏറ്റവും സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടി. അല്ലെങ്കിൽ അതിനേക്കാളും നല്ല സുന്ദരികളായ പെൺകുട്ടികളെ കണ്ടാൽ പോലും അവൻ്റെ സുന്ദരി എന്ന് പറയുന്നത് അവൻ സ്നേഹിക്കുന്ന ആ ഒരു പെൺകുട്ടി മാത്രമായിരിക്കും. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഭംഗിയുള്ള പെൺകുട്ടികളെ കാണുമ്പോൾ പൊതുവെ പുരുഷന്മാർക്ക് അവരോടൊരു അട്രാക്ഷൻ തോന്നും എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ റിലേഷൻഷിപ്പിലുള്ളവരല്ല, അല്ലാത്തവർ ഇനി റിലേഷൻഷിപ്പിലേക്കൊക്കെ പോകാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്ന ഒരു സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് ആ ആൺകുട്ടികൾക്ക് ഇങ്ങനെ നല്ല സുന്ദരികളായ പെൺകുട്ടികളെ പെട്ടെന്ന് കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അവരോടൊരു അട്രാക്ഷൻ തോന്നും എന്നാണ് പറയുന്നത്. അതായത് കാണാൻ കുറച്ച് ക്യൂട്ടായിട്ടുള്ള ചില ബോയ്സിനൊക്കെ ഇങ്ങനെ സങ്കല്പങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, പൊക്കം കുറവ് വേണം, കുറച്ച് ഫെയർ ആയിരിക്കണം, നീളം മുടി വേണം, അങ്ങനത്തെ സങ്കല്പങ്ങളൊക്കെയുള്ള ആൺകുട്ടികൾ. അങ്ങനെ ഇങ്ങനത്തെ സങ്കല്പങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നവർ പെട്ടെന്ന് അതേപോലത്തെ ഒരു പെൺകുട്ടിനെ കാണുമ്പോഴത്തേക്കും അവളിലേക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് അട്രാക്റ്റ് ആവും. പിന്നെ അവളെക്കുറിച്ചിട്ടുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ മനസ്സിലിങ്ങനെ സ്വപ്നം കണ്ട് നടക്കും എന്നാണ് പറയുന്നത്. ഇത് ഉള്ളതാണോ അതോ വെറുതെ പറയുന്ന ആണോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിനെ നോക്കുമ്പോൾ അവൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും ഇവൻ എന്നെയാണ് നോക്കുന്നതെന്ന്. അത് അവൾ ഒരിക്കലും പുറത്ത് കാണിക്കില്ല എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ ഒരു പെൺകുട്ടീനെ നോക്കുമ്പോൾ അവൾക്ക് മനസ്സിലാവും ഇവൻ എന്നെയാണ് നോക്കുന്നേ, അല്ലെങ്കിൽ അവൻ എന്നെയാണ് നോക്കുന്നേ. എന്നാൽ ആ മനസ്സിലായ കാര്യം അവൾ പുറത്ത് ഒന്നും പറയില്ല. അതായത് അവൾ അവളുടെ ഫ്രണ്ട്സിനോട് പോലും അങ്ങനെ നോക്കുന്ന കാര്യം പറയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഒരു പെൺകുട്ടികളെയൊക്കെ നോക്കുന്ന സമയത്ത് അവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാകാറുണ്ട് ഇവരെന്നെ നോക്കുന്നത് എന്നോടുള്ള ഒരു അട്രാക്ഷനൊക്കെ തോന്നിയിട്ടാണ് എന്നും വിചാരിച്ചിട്ട് അവർ ആ ഒരു കാര്യം ഒരു ഫ്രണ്ട്സിനോടും, അതിപ്പം ബെസ്റ്റ് ഫ്രണ്ടാണെങ്കിൽ അവരോട് പോലും പറയത്തില്ല. കാരണം അവർക്കത് മനസ്സിൽ ഭയങ്കരമായിട്ടൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്. അങ്ങനെയുള്ള കാര്യമായതുകൊണ്ട് തന്നെ അവരത് പറയാതെ കൊണ്ടു നടക്കാനാണ് ശ്രമിക്കത്തുള്ളൂ. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, പുരുഷന്മാർക്ക് സ്ത്രീകളെ പ്രപ്പോസ് ചെയ്യുന്ന ടൈമിൽ ആ ഒരു പെൺകുട്ടീനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽസും അറിയാതെയായിരിക്കും അവർ പ്രപ്പോസ് ചെയ്യുന്നത്. അതായത് അവളുടെ പേഴ്സണൽ ലൈഫ് എന്താണ്, അവളുടെ ഫാമിലി സ്റ്റാറ്റസ് എന്താണ്, ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും, ജോബുണ്ടോ അല്ലെങ്കിൽ സെറ്റിൽഡ് ആണോ, ഇങ്ങനെ ഒരു കാര്യവും അറിയാതെയായിരിക്കും ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടീനെ കയറിയിട്ട് പ്രപ്പോസ് ചെയ്യുന്നത്. എന്നാൽ ഒരു പെൺകുട്ടി തിരിച്ച് ഒരു ആൺകുട്ടീനെ പ്രപ്പോസ് ചെയ്യുന്നത് അവൻ്റെ ഫാമിലി ഡീറ്റെയിൽസ്, അവൻ്റെ പേഴ്സണൽ ലൈഫ് സ്റ്റാറ്റസ് ഇതെല്ലാം നോക്കിയിട്ടായിരിക്കും. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു പെൺകുട്ടീനെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ നേരിട്ട് പോയിട്ട് അവരോട് പറയാണ്, എനിക്ക് നിങ്ങളെ ഇഷ്ടമായി, എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, നിങ്ങളുടെ കൂടെ ജീവിക്കാൻ താല്പര്യമുണ്ടെന്ന് നിങ്ങൾ ഡയറക്റ്റ് പോയിട്ട് അവരോട് പറയും. അതായത് അവരുടെ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ടെന്നോ അല്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസ് എന്താണെന്നോ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും പൊതുവെ ആൺകുട്ടികൾ ശ്രദ്ധിക്കാറില്ല എന്നതാണ് പറയുന്നത്. എന്നാൽ സ്ത്രീകളാണെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. നിങ്ങളുടെ ഫാമിലി ഡീറ്റെയിൽസ് തുടങ്ങി നിങ്ങളുടെ സകല ഡീറ്റെയിൽസും, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ സാലറി, അങ്ങനെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെച്ചിട്ടായിരിക്കും ഒരു സ്ത്രീ വന്നിട്ട് നിങ്ങളെ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്യുക. ഇത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ വളരെ റെയർ ആയിട്ടുള്ള ബോയ്സും ഉണ്ട്. അവരെ ഒരു ഗേളിനെ കാണുകയാണെങ്കിൽ അവളുടെ ഫാമിലി ഡീറ്റെയിൽസും അവളുടെ സ്റ്റാറ്റസും ജോബും അങ്ങനെ ഫാമിലിയും എല്ലാം നോക്കിയിട്ടും കല്യാണം കഴിക്കാനും അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്യുന്ന ബോയ്സും ഉണ്ട്. അങ്ങനെ ഇല്ല എന്നല്ല, എന്നാലും ഏറ്റവും കൂടുതൽ, അതായത് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതലും ബോയ്സും ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു പെൺകുട്ടിയെ കാണുമ്പോഴത്തേക്കും ആദ്യമായിട്ട് തന്നെ കാണുമ്പോൾ അപ്പം തന്നെ പോയി പ്രപ്പോസ് ചെയ്തേ ഉള്ളൂ. എന്നാൽ ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ട് പ്രപ്പോസ് ചെയ്യുന്ന ആൺകുട്ടികളും ഉണ്ട്. അപ്പോൾ
ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പ്രത്യേകിച്ച് റിലേഷൻഷിപ്പിലേക്ക് പോകുന്നവർക്കും ഈ റിലേഷൻഷിപ്പിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്ന ഫ്രണ്ട്സിനും ഇങ്ങനെ പ്രണയത്തിനെ കുറിച്ചിട്ടുള്ള രഹസ്യങ്ങളും കാര്യങ്ങളൊന്നും അറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ ആരും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു സബ്ജക്റ്റായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.